എല്ലാവർക്കും DS സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി രുചിയിലുള്ള ഒരു ഇടിച്ചക്ക സാമ്പാറാണ്. ഇത് നമുക്ക് ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇടിച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിന്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കറി വെക്കാനായിട്ട്. ബാക്കി പകുതി നമുക്ക് പിന്നീട് തോരൻ ഉണ്ടാക്കാം. ഇടിച്ചക്ക കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു ഒട്ടിപ്പിടുത്തം ഒന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് കയ്യിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തേച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്തിയിലേക്കും അല്പം വെളിച്ചെണ്ണ തേച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ തന്നെ ആദ്യം നമ്മൾ ഇതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം ഇതിന്റെ തൊലി കളഞ്ഞെടുത്ത് മീഡിയം വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ വേണ്ട ഇതുപോലെയാണ് നമ്മൾ കറി വെക്കാനായിട്ട് ഇടിച്ചക്ക കട്ട് ചെയ്തെടുക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് കുതിർത്തു വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ചേർത്ത് കൊടുത്ത് 3 വിസിലൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പൊ വേണ്ട പരിപ്പ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 7 ചെറിയുള്ളിയും 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊരു 3 വിസിലിന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണ്ട ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ജീരകവും 3 വറ്റൽമുളക് കീറിയതും 5 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക സാമ്പാർ റെഡിയായി. അപ്പോൾ ഇടിച്ചക്ക കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാമ്പാർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക.
ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.